ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് റംദാൻ മുബാറക്ക്. റംദാനല്ലേ വരുന്നത്, അപ്പോൾ അല്പമെങ്കിലും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാകും എന്തൊക്കെ LCH ഫ്രണ്ട്ലി സ്നാക്ക് തയ്യാറാക്കാമെന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു LCH ഫ്രണ്ട്ലി ഗ്രെയിൻ ഫ്രീ സ്നാക്കാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ബ്രൊക്കോളി ചീസ് കട്ട്ലറ്റാണ്. ബ്രൊക്കോളിക്ക് പകരം നിങ്ങൾക്ക് കോളിഫ്ലവറും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളതെന്ന് പറയാം. സവാള 5 സ്പൂൺ വരെയുണ്ട് 2 പേർക്ക് വേണ്ടി. പിന്നെ മോസറല്ല ചീസും ഫെറ്റ ചീസും എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 2 അല്ലി ചെറുതായി മുറിച്ചത്, കറിവേപ്പില അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യമെങ്കിൽ പാകത്തിന് കുരുമുളക് പൊടി കൂടി ചേർക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ബ്രൊക്കോളിയുടെ തണ്ട്. ഇത് ഞാൻ പുഴുങ്ങിയെടുത്തതാണ്. കുക്കറിൽ 3 വിസിൽ വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ തണുത്തതിന് ശേഷം എടുത്തതാണ്. ഇത് മുറിച്ച് ആണ് വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഒരു വിസിൽ ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ കുക്കറിൽ നിന്ന് എയർ കളഞ്ഞിട്ട് വേഗം തന്നെ പുറത്തെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രൊക്കോളിൻ്റെ ഇങ്ങനെയുള്ള ഓരോരോ പീസസാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്രൊക്കോളിയുടെ പകുതിയുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി പൊടിച്ചെടുക്കുകയാണ്. ചോപ്പറില്ലാത്തവർ അരിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ മുഴുവൻ ബ്രൊക്കോളിയും പൊടിച്ചെടുത്ത് കഴിഞ്ഞു. നല്ല ചെറിയ ചെറിയ പീസായി കിട്ടിയിട്ടുണ്ട്. ചോപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ചേർത്ത് വഴറ്റാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സവാള വാടിയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൊക്കോളി പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് വേവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് വേവാകും, വളരെ പൊടിയായി അരിഞ്ഞതുകൊണ്ട്. അല്ലെങ്കിലും ബ്രൊക്കോളി പെട്ടെന്ന് തന്നെ വേവാകും, അധികം സമയമൊന്നും ആവശ്യം വരില്ല. ഇത് വേവായ നോക്കട്ടെ. വേവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കാനുമായിട്ട് മാറ്റി വെക്കാം. കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്യേണ്ടതാണ്. വേണമെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ബ്രൊക്കോളി വേവിച്ചത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. പുഴുങ്ങിയെടുത്ത ബ്രൊക്കോളി തണ്ടിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഈ ബ്രൊക്കോളി തണ്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല കിഴങ്ങ് പോലെയാണ്. ഉരുളൻ കിഴങ്ങിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ബ്രൊക്കോളി തണ്ട്. കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പം ഉടച്ചെടുത്ത് കഴിഞ്ഞു. നമുക്ക് ഈ വേവിച്ച ബ്രൊക്കോളിയെ ബോളിലേക്ക് ചേർക്കാം. ഇനി പനീറോ പാല് പിരിച്ചതോ ഫെറ്റ ചീസോ ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ ഫെറ്റ ചീസാണ് എടുത്തിട്ടുള്ളത്. അൽമറായുടെ ഫെറ്റ ചീസാണിത്. നല്ല നാടൻ പാല് കിട്ടാനുണ്ടെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് തിളപ്പിച്ച് പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇനി ഇത് മോസറല്ല ചീസാണ്. ഇത് ഷ്രെഡ് ചെയ്തത് പുറത്ത് വെച്ചൊന്ന് അരിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ സമയം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് നല്ലത്. ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചത് കൊണ്ടാണ് അരിഞ്ഞു പോയത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം.
ഞാൻ ആദ്യം ഉള്ളി വാട്ടിയപ്പോഴും ബ്രൊക്കോളിൻ്റെ ഫ്ലോറിക്സ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഒന്ന് ഉപ്പ് മുന്തി നിന്നിരുന്നു. ഇനി ഇത് മിക്സ് ചെയ്ത ശേഷം വേണമോ നോക്കിയിട്ട് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഒരു ഷേപ്പാക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉപ്പോ എരിവോ വേണമോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം പാകമാണ്, ഇനി ഒന്നും ചേർക്കേണ്ടതില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. പാൻ ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ മതി. മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. കയ്യിൽ ഇത്തിരി എണ്ണ തടവാം. കട്ട്ലറ്റ് പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാം. ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കട്ട്ലറ്റ് ഷേപ്പ് അല്ലെങ്കിൽ ബർഗർ പാറ്റി ഷേപ്പ് ചെയ്യുന്ന റൗണ്ട് റിങ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്താലും മതി. രണ്ടാമത് ഇട്ടത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് പോലെ തന്നെ ഉണ്ട്. നല്ല ഷേപ്പാക്കി എടുക്കാൻ നല്ല എളുപ്പമുണ്ട്. ഞാനെടുത്ത എല്ലാതും കട്ട്ലറ്റ് ആക്കിയിട്ട് വേവാനായിട്ട് ഇട്ട് കഴിഞ്ഞു. മൂന്നാമത് ഇട്ടത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്ര ഫ്രൈ ആയാൽ മതി. ആദ്യത്തതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വശം മുരിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ ബ്രൊക്കോളി കട്ട്ലറ്റ്സും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് ടൊമാറ്റോ സോസ്, ചില്ലി സോസ് എന്നിവയുടെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഈ ഗ്രെയിൻ ഫ്രീ വെജിറ്റേറിയൻ ഫ്രണ്ട്ലി കട്ട്ലറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ബ്രൊക്കോളിക്ക് പകരം കോളിഫ്ലവർ കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മീറ്റ് കട്ട്ലറ്റ് ചെയ്തിരുന്നു. അതിൽ കോളിഫ്ലവർ ചെയ്ത പോലെ പുഴുങ്ങിയിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിഴങ്ങൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ കട്ട്ലറ്റ് ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.